വെൽക്കം ടു സ്റ്റോറി മങ്ക്. വി.ഡി. സതീശൻ സർക്കാർ, പുതിയ UDF സർക്കാർ, 2026 മെയ് 18 അധികാരമേറ്റ UDF സർക്കാർ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവഹാരങ്ങൾ ഏതു വിധത്തിലാണ് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി പരാധീനതയിലാക്കിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ അവകാശപ്പെട്ടു. പൊതുവിൽ അതങ്ങനെയാണ് വ്യവഹരിക്കപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ കടം, പൊതുക്കടം 5.07 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന വിവരം ഈ റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ പൊതുക്കടം 6 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ധവളപത്രം വരുമ്പോൾ ഒരു കൃത്യത വരുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഇപ്പോൾ 5.07 ലക്ഷം കോടി രൂപയാണ് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഈ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ബാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കണക്കും ഈ സർക്കാർ ധവളപത്രത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 48,733 കോടി രൂപയുടെ ബാധ്യത ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഈ സർക്കാരിനുണ്ടായിരുന്നു. അത് പുതിയ സർക്കാരിൻ്റെ ചുമലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക, സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്നു പെൻഷൻ പറ്റിയവരുടെ ഡിയർനെസ് അലവൻസിൻ്റെ കുടിശ്ശിക, അതുപോലെ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ള തുക, കേരള മെഡിക്കൽ സെയിൽസ് കോർപ്പറേഷൻ്റെ കഴിഞ്ഞ വർഷം അവർ മരുന്നിനത്തിലും മറ്റ് സാമഗ്രികൾ ഇനത്തിലും വാങ്ങിയതിന് കൊടുക്കാനുള്ള കുടിശ്ശിക, കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, ഇവയെല്ലാം അടക്കം 48,733 കോടി രൂപ ഈ സർക്കാരിൻ്റെ മേൽ ബാധ്യതയായി ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് സർക്കാർ പറയുന്നു. അതോടൊപ്പം കിഫ്ബി കഴിഞ്ഞ 2 സർക്കാരുകൾക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന് കഴിഞ്ഞ സർക്കാരും അതിനു മുമ്പത്തെ സർക്കാരും അവകാശപ്പെട്ട കിഫ്ബി 21,000 കോടി രൂപയുടെ ബാധ്യത നിലനിർത്തുന്നുണ്ട് എന്ന വസ്തുത ഈ സർക്കാരിൻ്റെ ധവളപത്രത്തിലൂടെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഈ ധവളപത്രം എന്താണ് മലയാളികളോട് പറയുന്നത്? ഈ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? അതേക്കുറിച്ചുള്ള രൂപരേഖയും ഈ ധവളപത്രത്തിൻ്റെ 2ാം ഭാഗത്തിലുണ്ട്. കിഫ്ബിയെ എങ്ങനെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കീമുകളാക്കി മാറ്റുക എന്നത്, വരുമാന വർധനവിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഏതൊക്കെ നിയമങ്ങളിലാണ് പൊളിച്ചെഴുത്ത് നടത്താൻ പോകുന്നത് എന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സജഷൻസ്, ഇതൊക്കെ സർക്കാർ നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ അത്തരം നിർദ്ദേശങ്ങൾ കൂടി ഈ ധവളപത്രത്തിലുണ്ട്. ബഷീർ, ഈ ധവളപത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ തോന്നുന്നത്? ഈ ഇംഗ്ലീഷിലുള്ള 150ഓളം പേജുള്ള ധവളപത്രത്തിന് മലയാളത്തിൽ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു ആമുഖമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം പോലെ ഉള്ള ഒരു കുറിപ്പിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഇതൊരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ രാഷ്ട്രീയ ആരോപണങ്ങളുടെ സമാഹാരമോ അല്ല, മറിച്ച് സർക്കാർ അധികാരമേറ്റ സമയത്തെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി രേഖപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന രേഖ മാത്രമാണ് എന്നാണ്. ഇതാണ് ആമുഖമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമായ ഒരു കുറ്റാരോപണമായി ഇത് വരുന്നോ എന്ന് ചോദിച്ചാൽ മുൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് പറയപ്പെട്ടതിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമായൊരു കണക്കുകളല്ല ഈ ധവളപത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാം. എങ്കിൽ പോലും രാജീവ് ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തുടർന്ന് അങ്ങോട്ട് ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള ഒരു സമീപന രേഖയായി ഇതിനെ കാണുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായൊരു കാര്യമായാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് സാമ്പത്തികമായും അല്ലാതെയും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, അതിന് മുമ്പിലുള്ള വഴികൾ, അതിനെ പരിഹരിച്ചു പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിന് ഏതെല്ലാം രീതിയിലുള്ള നടപടികൾ ആവശ്യമായി വരും എന്ന്. പക്ഷേ ഈ ധവളപത്രത്തിൻ്റെ ശുപാർശയുടെ ഭാഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഇതിനു മുമ്പ് വലിയ തോതിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് സാധ്യതയുള്ളതും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ, ശമ്പള പരിഷ്കരണം പതിറ്റാണ്ടിലൊരിക്കലാക്കുക എന്ന നിർദ്ദേശം, അതോടൊപ്പം തന്നെ ഈ മൊത്തം വരുമാനത്തിൻ്റെ മുഖ്യ പങ്കും ശമ്പളത്തിനും സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ നടത്തിപ്പിനും മാത്രമായി പോകുന്നു. വികസനത്തിലേക്ക് വരുന്ന, വികസന പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഷെയർ യഥാർത്ഥത്തിൽ ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നു.
അതോടൊപ്പം വികസിതമായ 18 സംസ്ഥാനങ്ങളുടെ കണക്കാണ് ഇതിൽ പറയുന്നത്. ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ കുറവാണ് കേരളത്തിൽ വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ കിട്ടുന്ന പണം എന്ന കണക്കൊക്കെ ഇതിലുണ്ട്. ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞാൽ ക്യാപിറ്റൽ അതെ, എക്സ്പെൻഡിച്ചർ. ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ അതല്ലെങ്കിൽ പ്രയോറിറ്റീസ് യഥാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയ കുറ്റാരോപണമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടോ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ ശുപാർശകളുടെ പാർട്ട് നടപ്പാക്കാൻ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ തോന്നുന്നത്. ബഷീർ പറഞ്ഞ പോലെ തന്നെ ഇതിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകാലത്തും ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ധവളപത്രം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്നത്. അധികാരത്തിൽ നിന്ന് മാറിയൊരു പുതിയ സർക്കാർ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മുമ്പും പലതവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 or 4 തവണ സംസ്ഥാനത്ത് ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യമായത് പുറപ്പെടുവിക്കുന്നത് 1987 എൻ്റെ ഓർമ്മ. പിന്നീട് 2001 AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആ സർക്കാരിന് തൊട്ടു മുമ്പുള്ള സർക്കാരിൻ്റെ അവസാന ഘട്ടം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വലിയ തോതിലുള്ള സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നു, ട്രഷറി പൂട്ടിയിടുന്നു, ചെറിയ ബില്ലുകൾ പോലും പാസ്സാക്കാത്ത അവസ്ഥ വരുന്നു. അത്തരം വലിയ ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് 2001 AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് AK ആന്റണി സർക്കാർ ആദ്യം ചെയ്തത് ഈ ധവളപത്രം പുറപ്പെടുവിക്കുക, സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കുക എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് AK ആന്റണി സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും വലിയ കോൺട്രവേഴ്സിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം തൽക്കാലത്തേക്ക് പിടിച്ചു വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പല തീരുമാനങ്ങളും എടുത്തു. വലിയ തോതിലുള്ള സമരങ്ങൾ അന്ന് അരങ്ങേറുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം 2016 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിൻ്റെ തൊട്ട് പിറകെ ആദ്യം ചെയ്തത് ഒരു ധവളപത്രം പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് ഈ സർക്കാരിൻ്റെ റവന്യൂ, അതായത് സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതി വിഹിതം പിരിച്ചെടുക്കുന്നതിൽ വലിയ അലംഭാവം അന്നത്തെ സർക്കാർ കാണിച്ചു എന്നുള്ള ആക്ഷേപമായിരുന്നു അന്ന് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ളൊരു ധവളപത്രം അന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഇന്നത്തെ ധവളപത്രത്തെ വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ കുറ്റപത്രമൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ധവളപത്രത്തിൻ്റെ 195 പേജുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷന്. അതിലൂടെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ കുറ്റപത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം സൂക്ഷിച്ചു വായിക്കുകയാണെങ്കിൽ LDFന് അവരെടുത്ത LDF സർക്കാരിന് 2016 മുതൽ 2021 വരെ അധികാരത്തിൽ നിന്ന് LDF സർക്കാരിന് ഞങ്ങളെടുത്ത തീരുമാനങ്ങളും ഞങ്ങൾ മുമ്പോട്ട് വെച്ച കാര്യങ്ങളുമൊക്കെ ഈ സർക്കാരിൻ്റെ സാമ്പത്തികാവസ്ഥയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥയോ വലിയ തോതിലൊന്നും മോശമാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ വാദിച്ച് സ്ഥാപിക്കാവുന്ന വിവരങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധവളപത്രത്തിലുള്ളത് എന്ന് പറയാം. ഈ പൊതുകടത്തെക്കുറിച്ചുള്ള കണക്കുകളാണ് പുതുതായി വന്നതിൽ ഒരു കണക്ക്. 5.07 കോടി രൂപയുടെ പൊതുകടമാണ് ഉള്ളത് എന്ന്. ഇതേക്കുറിച്ച് പ്രതിപക്ഷം വിമർശിച്ച ഒരു കാര്യം 1957 EMS സർക്കാർ മുതൽ 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലം വരെയുള്ള പൊതുകടത്തേക്കാൾ കൂടുതലാണ് 2016 മുതൽ 2026 വരെ പിണറായി വിജയൻ്റെ 1ഉം 2ഉം സർക്കാരുകളെടുത്ത ഉണ്ടാക്കി വെച്ച പൊതുകടം എന്നതാണ്. ആ കാര്യത്തിൽ ആ കാര്യം സമ്മതിക്കുന്നുണ്ട്. 5.07 കോടി രൂപയുടെ പൊതുകടം സംസ്ഥാനത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ ഈ ധവളപത്രം അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് അതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നമ്മളുമായുള്ള അഭിമുഖത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കടമെടുക്കുക എന്നതാണ് വികസന യന്ത്രം ചലിപ്പിക്കാൻ ഉണ്ടായിരുന്ന വഴി എന്നതാണ്. ഈ സർക്കാരിൻ്റെ ധവളപത്രവും വികസനത്തെക്കുറിച്ചുള്ള അവരുടെ അപ്രോച്ചും കാണുമ്പോൾ പൊതുകടത്തെ ആശ്രയിക്കാതെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഈ സർക്കാരിനും ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം വെച്ചാൽ പൊതുകടത്തെ ആശ്രയിക്കാതെ ഒരടി പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ധവളപത്രം സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ 5.07 കോടിയുടെ പൊതുകടം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 2016 മുതൽ 2021 വരെ അതിനു മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി പൊതുകടം എന്നുള്ളതായിരുന്നു ആക്ഷേപം ഉണ്ടായിരുന്നത്. അതെ, അവിടെ നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കണം. 2011-16 കാലത്തുണ്ടായിരുന്ന നമ്മളുടെ മൊത്തം സ്റ്റേറ്റിൻ്റെ GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 2024-25 സാമ്പത്തിക വർഷത്തിൽ അത് എത്രയായിരുന്നു എന്നുള്ളതോടെ നമ്മൾ കണക്കാക്കണം.
നമ്മുടെ ഇപ്പോഴത്തെ പൊതുകടം ഈ 5.07 കോടി എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 35.5% മാത്രമാണ്. അത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ലിമിറ്റിന് താഴെ നിൽക്കുന്നതാണ്. നമ്മളുടെ ഈ റേഷ്യോയേക്കാൾ മുകളിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിനെ പോലെ അല്ലെങ്കിൽ മണിപ്പൂരിനെ പോലെ ഒക്കെയുള്ള സംസ്ഥാനങ്ങൾ നമ്മളുടേതേക്കാൾ മുകളിൽ നിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കടം എന്ന് പറയുന്നത് വലിയ തോതിലുള്ളൊരു ബാധ്യതയായി നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ധവളപത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 35.5% കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 14.26 ലക്ഷം കോടി രൂപയായിരുന്നു. നമ്മളുടെ മൊത്തം ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 14.26 ലക്ഷം കോടി രൂപയോ മറ്റോ ആയിരുന്നു. 14.26 ലക്ഷം കോടി രൂപയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഒരു സാമ്പത്തിക വർഷം ഉണ്ടാകുന്നൊരു സംസ്ഥാനത്തിന് 5.07 ലക്ഷം കോടിയുടെ കടം എന്ന് പറയുന്നത് അത്ര വലുതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്ത സാമ്പത്തിക വർഷം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് KN ബാലഗോപാൽ കഴിഞ്ഞ സർക്കാർ പോകുന്നതിന് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ആയിട്ട് കണക്കാക്കുന്നത് 16 ലക്ഷത്തിന് മുകളിൽ ഉള്ള തുകയാണ്. 16.47 മറ്റോ ആണ് അതിൻ്റെ കണക്ക്. എനിക്ക് കൃത്യം സംഖ്യ ഓർമ്മയില്ല. എന്തായാലും 16 ലക്ഷത്തിന് മുകളിലാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനമായിട്ട് കണക്കാക്കുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കടത്തിൻ്റെ പരിധി അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ തോത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുകടത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിനൊരു വികസിത സംസ്ഥാനമായി മാറാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യം നിലനിൽക്കുന്നു. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇനിയും കടമെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ ഈ കടം കൂടുതൽ വർദ്ധിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ കേരളത്തിൻ്റെ തനത് വരുമാന സ്രോതസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പറയുന്നത് പോലെ തന്നെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 77% ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കും വേണ്ടി ചിലവാക്കുന്നുണ്ട്. അത് 77% ഇപ്പോൾ എങ്കിൽ ഒരു പക്ഷേ അടുത്ത സാമ്പത്തിക വർഷത്തിൽ അത് 78% ആകാനേ സാധ്യതയുള്ളൂ. ഒട്ടും കുറയാൻ സാധ്യതയില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലവുകൾ നമുക്ക് വെട്ടിക്കുറയ്ക്കാനും പറ്റില്ല. ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പലിശ അടക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ തുക ഇനിയും ഈ പറയുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയിലേക്ക് സംസ്ഥാന സർക്കാരിന് നീക്കി വെക്കേണ്ടി വരും. ബാക്കി എവിടെ നിന്നാണ് സർക്കാർ ബാക്കി ചിലവുകൾക്കുള്ള പണം കണ്ടെത്തുക? കടമെടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും കടമെടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കടമെടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഫിസ്ക്കൽ ധന ഉത്തരവാദിത്ത നിയമം, അത് UPA സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കിയതാണ്, കേരള നിയമസഭയും പാസ്സാക്കിയതാണ്. അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സർക്കാരും അത് തന്നെയാണ് ചെയ്തിരുന്നത്, ഈ സർക്കാരും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കടമെടുക്കേണ്ടി വരും. കടമെടുത്തുകൊണ്ട് മാത്രമേ ഈ പറയുന്ന പദ്ധതികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കുറച്ചുകൂടി ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി രാഷ്ട്രീയമായ ഒരു ആരോപണം പോലെ വരുന്നൊരു കാര്യം ഈ ധവളപത്രത്തിൻ്റെ ഭാഗമായുള്ളത് 2026 ജനുവരിയിലെ കഴിഞ്ഞ സർക്കാരിൻ്റെ 26-27 വർഷത്തെ ബജറ്റിൽ അതിൻ്റെ അടിസ്ഥാന അനുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന ഒരു ആക്ഷേപം ഈ ധവളപത്രത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ബജറ്റിൽ 14,137.69 കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതോടൊപ്പം 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് 2.8% ലഭിക്കുമെന്നായിരുന്നു കണക്ക്. എന്നാൽ യഥാർത്ഥ വിഹിതം 2.38% നിശ്ചയിക്കപ്പെട്ടതോടെ 5,758.93 കോടി രൂപയുടെ വരുമാനക്കുറവ് ഉണ്ടായി. ഇതിനു പുറമെ മറ്റ് ഗ്രാൻറ്റുകളിലായി 603 കോടി രൂപയുടെ കുറവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തെറ്റായ അനുമാനങ്ങളുടെ ഫലമായി 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൽ ഏകദേശം 20,500 കോടി രൂപയുടെ വരുമാനക്കുറവുണ്ടാകും എന്ന് ഈ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കപ്പെട്ട വികസന പദ്ധതികൾ ചെലവാക്കാൻ ഉദ്ദേശിച്ച് നേരത്തെ അലോക്കേറ്റ് ചെയ്ത കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. ആൻ്റണി തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ മുണ്ട് മുറുക്കി എടുക്കേണ്ടി വരും എന്നാണ് തുടക്കത്തിൽ ആൻ്റണി പറഞ്ഞത്. ഈ ധവളപത്രത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. സത്യം അങ്ങനെയുള്ള ഒരു സൂചനയാണോ യഥാർത്ഥത്തിൽ ഞാൻ ഈ വായിച്ച? ഇല്ല, അതങ്ങനെ സൂചനയായിട്ട് നമ്മൾ കണക്കാക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ
കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 അനുമാന കണക്ക് എല്ലാ ബജറ്റുകളിലും ഉണ്ടാവും. അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഗ്രാൻറ്റുകൾ എത്രയാണ്, മറ്റ് സഹായങ്ങൾ എന്തൊക്കെയാണ്, ഇതേ സംബന്ധിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാവും. അത് വെറുതെ എഴുതുന്നതല്ല. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് GST നടപ്പാക്കിയതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലുണ്ടായ കുറവ്, പ്രതീക്ഷിച്ച വരുമാന വർധന സംസ്ഥാനത്തിനുണ്ടായില്ല. ആ കുറവ് നികത്തി നൽകുക എന്നുള്ളത് കുറച്ചു കാലത്തേക്കുള്ള രീതിയായിരുന്നു. അതായത് 5 വർഷത്തേക്ക് ആ വരുമാനം നികത്തി കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാർ സമ്മതിച്ചതാണ്. അതിനുശേഷവും അത് തുടരണം എന്നുള്ളൊരു ഡിമാൻഡ് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ കമ്മി നികത്താൻ പാകത്തിലുള്ള ഒരു ഗ്രാൻഡ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഈ കണക്കുണ്ടാക്കുക. അത് എല്ലാ ബജറ്റും അങ്ങനെ തന്നെയാണ്. അതുപോലെ 16ാം ഫിനാൻസ് കമ്മീഷൻ നികുതി വിഹിതമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് എത്ര തുക കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. അത് എക്സ്പെക്റ്റ് ചെയ്യാണ് നമ്മൾ, കേരളത്തിന് ഇത്ര കിട്ടും. ആ എക്സ്പെക്ടേഷനിൽ താഴേക്ക് പോയി. അപ്പോൾ ബജറ്റ് കണക്കുകളിൽ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് വരുത്തേണ്ടി വരും, സ്വാഭാവികമായും വരുത്തേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ഏരിയയിലും വലിയ തോതിലുള്ള ചെലവ് ചുരുക്കൽ നടപ്പാക്കേണ്ടി വരും എന്ന് നമ്മൾ അതിനെ കണക്കാക്കേണ്ടല്ല. നമ്മൾ ഈ പറയുന്ന കണക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 20,000 കോടി രൂപയുടെ കുറവാണ് അതിൽ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത് 16 ലക്ഷം കോടിയുടെ മുകളിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അവിടെ 20,000 കോടി രൂപയുടെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുറവായിട്ട് നമ്മൾ കാണണം. ചെറിയ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കുറവ് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളുടെ ഒരു സാമ്പത്തിക എന്താ പറയുക, ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ 20,000 കോടി രൂപയുടെ കുറവെന്ന് പറയുന്നത് വലിയ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനെ മറികടന്നുകൊണ്ട് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കും, വരുമാന വർധന ഉണ്ടാക്കും. കഴിഞ്ഞ കാലത്ത് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വഴി കേരളത്തിന് കിട്ടേണ്ട വിഹിതം പൂർണ്ണമായി കിട്ടിയിട്ടില്ല, അതൊക്കെ നികത്തിയെടുക്കും എന്നാണ് ധനകാര്യമന്ത്രി ആയിരിക്കുന്ന മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതും ഒരു അനുമാനമാണ്. അദ്ദേഹം മുൻകാലത്ത് പറഞ്ഞത് എന്താ, കേരളത്തിന് GST വിഹിതം അല്ലെങ്കിൽ GST ആയിട്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ റവന്യൂ കിട്ടാൻ സാധ്യതയുണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ഞങ്ങൾ കൂടുതൽ പിരിച്ചെടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു അനുമാനമാണ്. ഈ അനുമാന കണക്കാണ് സത്യം പറഞ്ഞാൽ ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് ഒരു എസ്റ്റിമേറ്റാണ്. ആ എസ്റ്റിമേറ്റിൽ കേന്ദ്രത്തിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കുന്നു, ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡായിട്ട് ഇത്ര കിട്ടും എന്ന് കണക്കാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുക. ഈ ബജറ്റ് പ്രപ്പോസലിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് അടുത്ത ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വയ്ക്കുമ്പോഴാണ് എത്രയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത്, എത്ര കുറവുണ്ടായി, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് എന്നുള്ളതിനെ കണക്ക് മുമ്പോട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പരാമർശമുണ്ടല്ലോ, ഇതൊരു ധവളപത്രം തയ്യാറാക്കുന്ന സാമ്പത്തിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു KM ചന്ദ്രശേഖർ. KM ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. KM ചന്ദ്രശേഖർ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാത്തതല്ല എങ്ങനെയാണ് ഒരു ബജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, എങ്ങനെയാണ് അനുമാന കണക്കുണ്ടാക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതൊരു രാഷ്ട്രീയമായ എക്സ്ക്യൂസിന് വേണ്ടി മാത്രം എഴുതിയൊരു കണക്കായിട്ട് മാത്രമേ ഞാൻ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ ഉള്ളത് മാത്രം ഹാൻഡ് പിക്ക് ചെയ്യാണ്. കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് LDF സർക്കാർ പടിയിറങ്ങുന്നത് എന്നാണ് LDF പറഞ്ഞത്. എന്നാൽ ട്രഷറി ക്യാഷ് ബാലൻസ് പരിശോധിച്ചാൽ ഇത് വാസ്തവമല്ല എന്ന് തെളിയും. 2015, 16, 16, 17 സാമ്പത്തിക വർഷത്തിൽ ട്രഷറി പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നു. അത് ഇവർ സമ്മതിക്കുന്നുണ്ട്. അതായത് UDF സർക്കാരിൻ്റെ തുടർച്ചയായി LDF അധികാരമേറ്റപ്പോൾ മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ്. എന്നാൽ 17, 18, 18, 19 വർഷങ്ങളിൽ ട്രഷറി ക്യാഷ് ബാലൻസ് കുറയാൻ തുടങ്ങി. 19, 20 ക്ലോസിംഗ് ബാലൻസ് നെഗറ്റീവായി. 20, 21, 21, 22 വർഷങ്ങളിൽ കോവിഡ് കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഉയർന്ന സഹായം ലഭിച്ചു. എന്നാൽ 22-ൽ GST കോമ്പൻസേഷൻ അവസാനിച്ച ശേഷം ക്ലോസിംഗ് ബാലൻസ് കുറയാൻ തുടങ്ങി. 25, 26 സാമ്പത്തിക വർഷത്തിൽ 6,322 കോടി രൂപയായി. കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള ഗ്രാൻറ്റും IGST സെറ്റിൽമെൻറ്റും ആയിരുന്നു ഈ തുകയിൽ ഭൂരിഭാഗവും. എന്നാൽ വെറും 6 ആഴ്ച കൊണ്ട് അത് മെയ് 16 ആകുമ്പോഴേക്കും 2,212 കോടി രൂപയായി. ഇതാണ് ഈ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന രാഷ്ട്രീയ ആക്ഷേപത്തിൻ്റെ അത് വന്നത്. പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. 6,000 കോടി രൂപയുടെ ബാലൻസ് ഉണ്ട് എന്നാണ് അതിന് ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞത്. എന്നാൽ വെറും 15 ദിവസം കൊണ്ട് ഇത് 2,212 കോടിയിലേക്ക് താഴ്ന്നു എന്ന ആക്ഷേപമാണ് ഈ ധവളപത്രം ഉന്നയിക്കുന്നത്. ഇതാണ്
അവർ തമ്മിലുള്ള LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കത്തിലെ മർമ്മമായി നിൽക്കുന്ന പാർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് ഇതിൽ വാസ്തവം പറയുന്നത്? അതിലൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഫിനാൻസും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തത വരും. എന്നുവെച്ചാൽ LDF സർക്കാർ പറഞ്ഞത് എന്താ, 2026 ഏപ്രിൽ 1, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഘട്ടത്തിൽ 6000 ചില്ലറ ഉറുപ്പിക ഖജനാവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അത് ശരിയായിരിക്കും. UDF സർക്കാർ പറഞ്ഞെന്താ, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ, അതായത് 2026 മെയ് 16 UDF സർക്കാർ ഏതാണ്ട് അവരുടെ ഒരു 18നാണല്ലോ സത്യപ്രതിജ്ഞ, പക്ഷേ അതിന് മുമ്പുള്ള 2200 കോടി രൂപ കുറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ സ്വാഭാവികമായും ട്രഷറിയെ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ഇയറിൽ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ട്രഷറിയിൽ കുറച്ച് പൈസ മിച്ചം വെക്കുക എന്നുള്ളത് ഏതാണ്ട് എല്ലാ സർക്കാരുകളും പാലിക്കുന്ന ഒരു രീതിയാണ്. അത് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ, ഏപ്രിൽ എന്ന് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്, ആ സമയത്തുണ്ടാകുന്ന ഒരുപാട് ചിലവുകൾ വരും. കാരണം ഒരുപാട് പേര് ഇപ്പം റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നുണ്ടാവും. മെയ് 31 റിട്ടയർമെൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എങ്കിൽ പോലും മറ്റ് പല ചിലവുകളും ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ വരും. അതിനൊക്കെ മീറ്റ് ചെയ്ത് പോകണം. അതൊക്കെ എടുത്തു പോവുക ഈ പറയുന്ന ട്രഷറിയിൽ പെൻഡിങ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്ന പൈസയിൽ നിന്നാണ് എടുത്തു പോവുക. സ്വാഭാവികമായിട്ടും ഈ 16 ദിവസം കൊണ്ട് ഇത്രയും തുക ചിലവായി പോയിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്ന 2000 ചില്ലറ കോടി രൂപയെ ഞങ്ങൾ അധികാരത്തിലുണ്ടാകുമ്പോൾ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നത്. ഈ രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് സിസ്റ്റമാണ്, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിനെ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിതാ ഇത്ര ബാക്കി വെച്ച് പോന്നു എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് ശരിയാണ്. ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നതും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ് രാഷ്ട്രീയമായി. പക്ഷെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാർച്ച് ആകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ട്രഷറിയിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വരും. ഏത് സർക്കാരിൻ്റെ കാലത്തും വരും. കാരണം വെച്ചാൽ മാർച്ചിൽ മാറിയെടുക്കേണ്ട ബില്ലുകളുടെ എണ്ണം വലിയ തോതിൽ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ എല്ലാ സർക്കാരുകളുടെ കാലത്തും മാർച്ച് മാസത്തിൽ വരും. കാരണം വെച്ചാൽ അത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ്. പരമാവധി തടയാവുന്ന ബില്ലുകളൊക്കെ സർക്കാർ തടഞ്ഞു വയ്ക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യുക. അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ ഇതിൽ അനുവദിക്കാവുന്ന ബില്ലുകൾ ഭൂരിഭാഗവും അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറാണ്. അപ്പോൾ കുറച്ചും കൂടി റീസണസ് സർക്കാരിനുണ്ട്. ഇത് എല്ലാ കാലത്തും നടക്കുന്നൊരു പ്രക്രിയയാണ്. അതിനപ്പുറം ഇതിനകത്ത് യാതൊരു കഥയുമില്ല. പൊളിറ്റിക്കലി രണ്ടു കൂട്ടർക്കും അവകാശപ്പെടാം, ഞങ്ങൾ ഇത്ര ബാക്കി വെച്ചിരുന്നു, ഞങ്ങൾ എടുക്കുമ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടു കൂട്ടർക്കും അവകാശം. പക്ഷേ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ ബഷീർ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണണം എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണണം. അത്യാവശ്യം അങ്ങനെ തന്നെയാണ് താനും. അതിൽ നിന്ന് ചില തരത്തിലുള്ള ഡീവിയേഷൻസ് സംഭവിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. ഇത് ഫാക്ച്വലായി തന്നെ അവർക്ക് പറയാമായിരുന്നു. ഇത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനിക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ഇയറിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും അത് ഇത്രയും. കുറ്റപ്പെടുത്തലിൻ്റെ സ്വഭാവമാണ് ഇവിടെ ഉള്ളത്. കുറ്റപ്പെടുത്തലിൻ്റെ സ്വഭാവത്തിൻ്റെ ആവശ്യമില്ല. അതൊരു എന്താ പറയുക, ധവളപത്രം എന്നുള്ള നിലയ്ക്ക്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ആ കുറ്റപ്പെടുത്തലിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, മുൻകാലത്ത് ഇറക്കിയ ധവളപത്രങ്ങളിലും സമാനമായ കുറ്റപ്പെടുത്തലുകൾ, അത് LDF സർക്കാർ ഇറക്കിയ ധവളപത്രത്തിലും സമാനമായ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. കിഫ്ബിയെക്കുറിച്ച് വലിയ ഇൻടാക്ട്മെൻ്റ് ഉണ്ടാകും, വലിയ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കിഫ്ബിയെക്കുറിച്ച് അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ എക്സിക്യൂഷൻ സംബന്ധിച്ച്, അതിൻ്റെ ഫോർമേഷൻ സംബന്ധിച്ചൊക്കെയുള്ള എതിരഭിപ്രായം പ്രകടിപ്പിക്കുക മാത്രമേ ഈ ധവളപത്രം ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ കിഫ്ബി ഒരു പ്രധാനപ്പെട്ട ടൂളായി തന്നെ, പ്രധാനപ്പെട്ട ഈ വികസനത്തിൻ്റെ ഒരു കാറ്റലിസ്റ്റായി തന്നെ UDF സർക്കാരും കൊണ്ടുപോകും എന്ന സൂചന കൂടി ഈ ധവളപത്രത്തിലുണ്ട്, അല്ലേ? ഈ ധവളപത്രത്തിൽ അതിൽ കിഫ്ബിയെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത്, കിഫ്ബിയെക്കുറിച്ച് വലിയ വിമർശനം മുൻകാലത്ത് UDF നേതാക്കൾ ഉന്നയിച്ചിരുന്നു, നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ധവളപത്രത്തിൽ കിഫ്ബി ഒരു നൂതനമായ എഫക്റ്റീവായ ടൂളായിരുന്നു എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ച്, അതായത് ഗുണപരമായ പദ്ധതി നിർവഹണം കിഫ്ബി നടപ്പാക്കി എന്ന് ആ ധവളപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് പുറത്തുള്ളൊരു സിസ്റ്റമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ വളരെ പ്രൊഫഷണലായ ഒരു അപ്രോച്ച് അതിനുണ്ടായിരുന്നു.
അത് ഏറ്റെടുത്ത പദ്ധതികൾ ഗുണമേന്മയോടെ നടപ്പാക്കാൻ അത് ശ്രദ്ധിച്ചിരുന്നു, ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യാൻ കിഫ്ബിക്ക് സാധിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ആ ധവളപത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. രണ്ട് വിയോജിപ്പുകളാണ് സത്യം പറഞ്ഞാൽ ധവളപത്രത്തിൽ കിഫ്ബിയെക്കുറിച്ചുള്ളത്. ഒന്ന്, ഓഫ് ബജറ്റ് ബോറോയിങ്സിന് വേണ്ടിയിട്ട് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിന് വേണ്ടി തുടങ്ങിയ കിഫ്ബി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അത് ബജറ്റിനകത്തുള്ള കടമെടുപ്പാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ കിഫ്ബി ഇപ്പോഴും ബജറ്റിന് പുറത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി നിലനിൽക്കുന്നു. അതായത് ബജറ്റിനുള്ളിൽ തന്നെയാണ് ആ കടമെടുപ്പെങ്കിൽ പോലും ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് ബജറ്റിന് പുറത്ത് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ബജറ്റിനുള്ളിലേക്ക് പ്രഖ്യാപിച്ച കാര്യം. അതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില അസന്തുലിതാവസ്ഥ കിഫ്ബിക്കകത്തുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടെന്നു. കണ്ണൂരിന് 20% കൂടുതലായി എന്ന മട്ടിലുള്ള, കൊച്ചിക്ക് 17-18%, തിരുവനന്തപുരത്തിന് 12%. അങ്ങനെ പദ്ധതികൾ അനുവദിച്ചപ്പോൾ ഒരു പ്രാദേശിക സന്തുലനം ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ് അതിൽ കണ്ണൂരിൻ്റെ കാര്യത്തിലാണ് സത്യം പറഞ്ഞത് 20% എന്നുള്ളത് വളരെ കൂടുതലായി നമുക്ക് കാണാൻ പറ്റുക. മറിച്ച് കൊച്ചിയുടെയോ എറണാകുളത്തിൻ്റെയോ തിരുവനന്തപുരത്തിൻ്റെയോ കാര്യത്തിൽ അത് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എറണാകുളം എന്ന് പറയുന്നത് ഒരു മെട്രോ സിറ്റിയാണ് കേരളത്തിൻ്റെ. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലയ്ക്ക് കുറെ കൂടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ആനുപാതികമല്ലാതെ ഫണ്ട് അനുവദിച്ചു അല്ലെങ്കിൽ പദ്ധതികൾ അനുവദിച്ചു എന്ന് പറയുന്നതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കണ്ണൂരിൻ്റെ കാര്യത്തിൽ 20% തുക കണ്ണൂരിലേക്ക് അനുവദിക്കപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം മലബാറിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള അവഗണന കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. അതിനൊരു കോമ്പൻസേഷൻ സംഭവിച്ചതാണോ എന്ന് നമുക്കറിയില്ല. കൂടുതൽ പ്രൊജക്റ്റുകൾ അവിടെ MLA-മാരായിരിക്കുന്ന ആളുകൾ മുൻകൈയെടുത്ത് കൊണ്ടുവന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഈ ധവളപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കിഫ്ബി എടുത്ത കടങ്ങൾ, അതിന് കൊടുക്കേണ്ടി വന്ന അമിതമായ അല്ലെങ്കിൽ കുറച്ചധികം പലിശ, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കും എന്ന് മറ്റ് മേഖലകളിലെ പലിശയേക്കാൾ കൂടുതലാണ് കൊടുത്തത്. അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കും. എത്രത്തോളം റീപേയ്മെൻറ്റ് ഇനി നടത്തേണ്ടതുണ്ട്, അതിന് ഏത് വിധത്തിലാണ് റവന്യൂ കൂടുതലായി ഉണ്ടാക്കാൻ സാധിക്കുക, അതുപോലെ നിലവിൽ അനുവദിക്കപ്പെട്ട പ്രോജക്റ്റുകൾ തന്നെ ഒന്ന് പുനരവലോകനം ചെയ്ത് ഏതൊക്കെയാണ് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടത് എന്ന് തീരുമാനിക്കണം എന്ന ശുപാർശ ഇതിലുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. കിഫ്ബിയെക്കുറിച്ച് വലിയ തോതിലുള്ള എന്താ പറയുക, ഇതിപ്പോൾ നിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ നിർത്തിക്കളയും, ഇത് മൊത്തം കുഴപ്പമാണ് എന്നൊക്കെയുള്ള ആശങ്കകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധവളപത്രം ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ രാഷ്ട്രീയമായി പറയുമ്പോൾ ഇപ്പോൾ 2011 സർക്കാരിൻ്റെ അവസാന കാലത്ത് ഹരിത MLA-മാരുടെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയ ആളാണ് VD സതീശൻ. അതിൻ്റെ നേതാവായിരുന്നു സതീശൻ. പക്ഷേ ഈ ധവളപത്രത്തിൻ്റെ വളരെ വിശാലമായ ശുപാർശകളിൽ ചിലത് ഈ തണ്ണീർത്തട നിയമം അടക്കം മാറ്റിമറിക്കേണ്ടി വരും എന്ന വിധത്തിലുള്ളതാണ്. ആ തരത്തിലുള്ളൊരു പോളിസി ഷിഫ്റ്റ് കൂടി ഇതിൽ പ്രകടമാണ്, അല്ലേ? അതെ, ഈ തരത്തിൽ. അത് മാത്രമല്ല, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആക്കുകയോ ചെയ്യേണ്ടി വരും എന്നുകൂടി ഈ ആ തരത്തിലുള്ള ശുപാർശകൾ, അല്ലെങ്കിൽ അതാണ് ഒരു അപ്രോച്ച് എന്ന മട്ടിൽ ഇതിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രത്തിലെ ഇപ്പോഴത്തെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനേക്കാൾ ഉപരി എന്ന മട്ടിൽ ഇതിനെ കാണുകയാണെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി. അവിടെയാണ് എനിക്കൊരു പൊളിറ്റിക്കൽ ചോദ്യമുള്ളത്. ഇപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഞാൻ എന്നാണ് സതീശൻ പറയുന്നത്. അതോടൊപ്പം സതീശൻ ഈ പാസ്റ്റ് ഉണ്ട് ഈ ഹരിത MLA-മാരുടെ. പക്ഷേ ഈ ശുപാർശകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം എന്നത് ഒരു ഭാവി നടപടിയായി വരും എന്ന സൂചന ഉണ്ട്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അന്യാധീനപ്പെടുക സ്വകാര്യ മേഖലയിലേക്ക് പോകും എന്ന സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണം എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ VD സതീശൻ ഇതുവരെ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ രാഷ്ട്രീയമല്ല ധവളപത്രത്തിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരുത്ത് പകരുക എന്നതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു ഇമേജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി തുടരുമോ അതോ 1991 നരസിംഹറാവു സർക്കാരിലെ മൻമോഹൻ സിംഗായി മാറുമോ എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധവളപത്രത്തിൻ്റെ ഈ ശുപാർശകൾ കാണുമ്പോൾ തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ്
സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ള ശുപാർശ ഒരു തീരുമാനമെടുക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടേണ്ടി വരും. അതിൽ അദ്ദേഹം തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 30% അടുക്കാൻ എത്തി നിൽക്കെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രായോഗികവും വളരെ കാലഘട്ടം ആവശ്യപ്പെടുന്നതുമായ ഒരു തീരുമാനമാണ്. അദ്ദേഹം എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക എന്നുള്ളത്. ആ തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതും നാലാമത്തേതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. ഒന്ന്, നഷ്ടത്തിലോടുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അത് ഒന്നുകിൽ നിർത്തുക, പൂട്ടുക, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ ശ്രമിക്കുക. ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒന്നുകിൽ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ടി വരും. വലിയൊരു മേജർ പോളിസി ഷിഫ്റ്റ് ആയിരിക്കും അത്. കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ അത് വളരെ പോസിറ്റീവായ സംഗതിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1991 നരസിംഹറാവു സർക്കാരിലെ മൻമോഹൻ സിംഗ് ആയിട്ട് സതീശൻ മാറുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. മൂന്നാമത്തത് അല്ലെങ്കിൽ നാലാമത്തത്, തരിശു കിടക്കുന്ന നെൽവയലുകൾ ധാരാളം കേരളത്തിലുണ്ട്. ഇതിൻ്റെ ഉപയോഗം മറ്റുപയോഗങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊന്ന്. രണ്ടാമത്തത്, കേരളത്തിൻ്റെ എക്കാലവും നിലനിൽക്കുന്ന ഭൂപരിഷ്കരണ നിയമത്തിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. കാരണം ഇപ്പോൾ പട്ടയം നിശ്ചിത കാലത്തേക്ക് ഇന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥയോടുകൂടെ പട്ടയം നൽകുകയാണ് കേരളത്തിൻ്റെ പതിവ്. ആ ഭൂപതിവ് ചട്ടങ്ങളിൽ ഇടുക്കിയിൽ മാത്രമൊക്കെ ആയിട്ട് ചെറിയ മാറ്റങ്ങൾ ഈ കാലത്ത് വന്നു. ഇത്തരം വ്യവസ്ഥകൾ മുഴുവൻ മാറ്റുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റണം എന്നുകൂടി ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു ധവളപത്രം എന്ന നിലയിൽ നിന്നും മാറ്റി ഇതിനൊരു ഭാവി കേരളത്തിൻ്റെ വികസന നയരേഖ എന്ന് ഇതിലെ വരികൾക്കിടയിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുകൂടിയുണ്ട്. അതെ, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അതിൻ്റെ സംഗതി. ഒരു ധവളപത്രം സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അവതരിപ്പിക്കുന്നതിനൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ അധികമായിട്ട് ഭാവിയിലേക്ക് ഞങ്ങളുടെ ഒരു നയരേഖ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയുകയാണ് വി ഡി സതീശൻ സർക്കാർ ചെയ്തത്. ഇത്തരം നിർദ്ദേശങ്ങൾ ഇനി പബ്ലിക് ഡൊമൈനിലേക്ക് ഡിസ്കഷനിൽ വയ്ക്കുമോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് UDF ആലോചനകൾ ഉണ്ടാകുമോ, അതോ നിയമഭേദഗതികളായിട്ട് നിയമസഭയിലേക്ക് വരികയാണോ ചെയ്യുക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലെനിക്ക് കൗതുകകരമായി തോന്നിയത് 3-4 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലാണ് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് സർക്കാരിൻ്റെ പണി ബിസിനസ് ചെയ്യുകയല്ല, സർക്കാരിൻ്റെ പണി ഫെസിലിറ്റേറ്ററായി നിൽക്കുകയാണ്. ബിസിനസ് ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പണി എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഈ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷം നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ഏതാണ്ട് അതേ കാര്യങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിന് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, സർക്കാരിൻ്റെ പണി ബിസിനസ് ചെയ്യലല്ല, സർക്കാരിൻ്റെ പണി ഫെസിലിറ്റേറ്ററുടെ റോളാണ്. ബിസിനസ് ചെയ്യാൻ തയ്യാറായി വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും ഇനി സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൂടി വെച്ചിട്ട് വേണം നമ്മൾ അദ്ദേഹം ഇനി നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി തുടരുമോ അതോ മൻമോഹൻ സിംഗായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ധവളപത്രം നമ്മുടെ മുമ്പാകെ ഉണ്ട്. 195 പേജുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സമീപകാലത്തിറങ്ങിയ ഏറ്റവും നല്ല ഡോക്യുമെൻ്റ് എന്ന് വേണമെങ്കിൽ ആ ധവളപത്രത്തെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ധവളപത്രം വായിക്കുമ്പോൾ LDF സർക്കാരിനും വലിയ തോതിൽ ആശ്വസിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രളയങ്ങൾ, കോവിഡ്, ഇത്തരം വലിയ ദുരന്തങ്ങളും വലിയ പ്രതിസന്ധികളും ഉണ്ടായിട്ടും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാരോഗ്യത്തെ വലിയ തോതിൽ ദുഷിപ്പിക്കാതെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വി ഡി സതീശൻ സർക്കാർ പുറത്തിറക്കിയ ഈ ധവളപത്രം. അതൊന്ന്. അതിനേക്കാൾ പ്രധാനം, മുൻപോട്ട് വി ഡി സതീശൻ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന നിർദ്ദേശങ്ങൾ ഈ ധവളപത്രത്തിലുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ എന്തായിരിക്കും ഇനി അങ്ങോട്ട് സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം, അതായിരിക്കും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയെ വരും ദിവസങ്ങളിൽ നിർണ്ണയിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.